ഹായ്. ജയദേവ് കഥയും സംവിധാനവും ചെയ്ത് 2025 ഒരു ഹൊറർ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ പേര് ദി ഡോർ. ചിത്രത്തിൽ ഭാവന, നന്ദു, ജയപ്രകാശ്, ഗണേഷ് വെങ്കിട്ടരാമൻ, ശ്രീരഞ്ജിനി തുടങ്ങിയവരൊക്കെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചു. 2 മണിക്കൂറും 12 മിനിറ്റും ഈ സിനിമയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഭാവനയുടെ തമിഴിലെ ആദ്യത്തെ ഒരു ഹൊറർ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ പടം ഞാൻ അങ്ങനെ ഭാവനയുടെ ഒരു ഹൊറർ മൂവി ഞാൻ വേറെ കണ്ടിട്ടില്ല തമിഴില്. അപ്പോ വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് പേടിക്കാനുള്ള സീൻ ഒരു ഹാഫ് ടൈം വരെ ഉണ്ട്. ഹാഫ് ടൈം വരെ അവരോടൊക്കെ കുറച്ച് ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സംവിധായകൻ കൊണ്ടുവരുന്നുണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പ്രേതമൊന്നും ഇല്ലെങ്കിൽ പോലും പേടിച്ചൊരു സീൻ എനിക്കുണ്ടായിരുന്നു. അത് ഒരു പെട്ടെന്ന് അയ്യോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സീൻ. അത് പ്രേതത്തെ കണ്ടിട്ടല്ല, പക്ഷെ ആ ഒരു സീൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ഫോക്കസിലോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നമ്മൾ പേടിപ്പിക്കുന്ന രീതി ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി ഫുള്ള് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡെത്ത് ഫീലിങ്സും കാര്യങ്ങളൊക്കെ സിനിമ കൊണ്ടുവരുന്നു വിചാരിച്ചു. പക്ഷെ അതിന് ശേഷം പടം നോർമലി എല്ലാ തമിഴ് ഹൊറർ മൂവീസിനൊക്കെ പോലെ തന്നെ ഒരു ഫാമിലി സ്റ്റോറി, പിന്നെ ഒരു പിന്നീട് അങ്ങോട്ട് ആഫ്റ്ററിന് ശേഷം പടം ഭയങ്കര മോശമായ രീതിയിലോട്ട് പോയി എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നീടുള്ള കഥ പോകുന്നത് ഭാവന ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രേതം ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന കുറേ സീനുകൾ, പിന്നെ ഈ പ്രേതം വന്നിട്ട് അതായത് ഇവൾ പോയി അന്വേഷിക്കുന്ന ആൾക്കാരെ ഈ പ്രേതം വന്ന് കൊല്ലുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് തണുപ്പിച്ചിട്ടാണ് കൊല്ലുന്നത്. അതായത് അവരൊരു ഫ്രീസറിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ രീതിയിൽ തണുപ്പിച്ച് അത്രയും തണുവ് ബോഡിയിൽ എത്തിച്ചിട്ടാണ് ഈ പ്രേതം ആ പ്രേതത്തെ അതായത് ഈ പ്രേത കഥാപാത്രത്തെ ആക്രമിച്ചവരെ കൊലപ്പെടുത്തുന്നത്. അങ്ങനത്തെ സീനാണ് ഇതില് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു രസമില്ലാത്ത, അതായത് ഭാവന എന്തിനാണ് ഈ സിനിമയിൽ അഭിനയിച്ചതെന്ന് തോന്നുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ തന്നെ ഒരു സ്വപ്നത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രേത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടി ഉണർക്കുമ്പോൾ ഒരു മുഖത്തൊരു ഭയത്തിന്റെ ഭാവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. അയ്യോ ഇതിപ്പോ ഞാൻ കണ്ടേന്നുള്ള പോലെ. പക്ഷെ അങ്ങനെയുള്ളൊരു നല്ല ഭാവങ്ങളൊന്നും ഈ സിനിമയിൽ ഭാവനയുടെ മുഖത്ത് നിന്നും ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ ഭാവങ്ങളൊന്നും ഇല്ലാതെ, അതായത് മുഖഭാവങ്ങളൊന്നും ഇല്ലാതെ ബാക്കിയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ വരും. അത്രയാണ് ഈ പടത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം നോർമൽ നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാ സിനിമയിലുള്ള പോലെ അവിടെ നിന്നൊരു സംഭവം ഉണ്ടാവുന്നു. അതായത് ഈ മരണപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഒരു ചെറിയൊരു സ്റ്റോറി, പിന്നെ ആ ഫാമിലി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് പ്രേതം വരുന്നത്, പിന്നെ പ്രേതം വന്ന് കൊല്ലുന്നത്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നോർമൽ ഒരു തമിഴ് പടങ്ങളിലൊക്കെ കാണുന്ന സെയിം ക്ലീഷ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളൂ. ഇതിലൂടെ ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിന്റെ ഒരു ഹാഫ് ടൈം വരെ വന്നപ്പോൾ ഞാൻ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഇതൊരു നല്ലൊരു സിനിമയാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തി സംവിധായകൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയാ, നമ്മുടെ നന്ദു, മലയാള നടൻ നന്ദു, ആ നന്ദുവിന്റെ ക്യാരക്ടർ നമ്മുടെ ഭാവനയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ കുറച്ച് സീനുള്ളൂ കേട്ടോ. ഒരു 2-3 സീനുകൾ മാത്രമാണ് അങ്ങേർക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒക്കെ മൊത്തം ഈ ഭാവന തന്നെയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഗണേഷ് വെങ്കിടരാമൻ അങ്ങനെ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പടം കണ്ടിരിക്കാം എന്നുള്ളത് മാത്രമായിപ്പോയി സെക്കൻഡ് ഹാഫ്. ഹാഫ് ടൈം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു ഹൊററൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ദി ഡോർ എന്ന് പറയുന്ന ഭാവനയുടെ ഹൊറർ മൂവീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവരോട് ഈ സിനിമ കാണണം എന്ന് ഞാൻ പറയുന്നില്ല, കാണാം, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ജസ്റ്റ് ഒരു ഹൊറർ മൂവി, ഭാവനയുടെ ഒരു ഹൊറർ മൂവി എന്നുള്ള രീതിയിൽ ഒന്ന് കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിർബന്ധിക്കണമെന്നില്ല. കണ്ടാൽ എന്തായാലും നിങ്ങൾ അതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ.
അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.